നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വിവാഹമാണ്. വിവാഹം നടക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഒരുപാട് ആൾക്കാർ പല വഴിപാടുകളും പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പല ആരാധനാലയങ്ങളിലും നടത്തുകയും ഒരുപാട് വഴിപാടുകളും നേർച്ചകളും ചെയ്തിട്ട് ഫലമൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയൊന്നും ചെയ്യാൻ ഒരു പൂജയും ബാക്കിയില്ല എന്നൊക്കെ സാധാരണ ആൾക്കാർ പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവാഹം നടക്കാനായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുന്നത് തിങ്കളാഴ്ച വ്രതം എടുക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച വ്രതം എടുക്കുക, അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക. ഇതാണ് സാധാരണ ഏറ്റവും അധികം ആൾക്കാർ ചെയ്യുന്നത്. ഇനി കൂടിയാൽ ഒരു ഉമാമഹേശ്വര പൂജ നടത്തും. ചില ആൾക്കാർ പട്ടും താലിയും നേർച്ച നേരും. ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പട്ടും താലിയും നേർന്നാൽ അല്ലെങ്കിൽ നടക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം നടക്കും എന്ന് പാരൻസൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പലരും വഴിപാടുകൾ കഴിക്കാറുമുണ്ട്, അതിനെല്ലാം ഫലം ഉണ്ടാവാറുമുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലരുടെ വിവാഹം പിന്നെയും നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ സമയമാകത്തുകൊണ്ടായിരിക്കാം. അപ്പോൾ പല ജ്യോത്സ്യന്മാരും പറയും ഈ സമയത്ത് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലമോ 3 കൊല്ലമോ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 6 കൊല്ലം വരെയൊക്കെ ചില ജാതകപ്രകാരം ലേറ്റ് ആവാനുള്ള സാധ്യതയൊക്കെ വരാറുണ്ട്. അപ്പോൾ ജാതകം എപ്പോഴും നേരത്തെ നോക്കി വെക്കുന്നതാണ് നല്ലത്. കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ട് ജ്യോത്സ്യനെ കാണുന്നതിലും നല്ലത് ഒരു കുട്ടി ഉണ്ടായിട്ട് ഒരു 10-20 വയസ്സിന് മുമ്പെങ്കിലും ഈ കുട്ടിയുടെ കല്യാണം എപ്പോൾ നടക്കും, ഏത് കാലത്തായിരിക്കും നടക്കാൻ പോസിബിലിറ്റി, അതിനെന്തെങ്കിലും ദോഷമുണ്ടോ, എന്താണ് വഴിപാടുകൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ നേർച്ചകൾ കഴിക്കേണ്ടത്, പരിഹാരം ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കി വെക്കണം. എന്ന് വെച്ചാൽ കുട്ടി എനിക്കുമ്പോൾ തന്നെ കല്യാണം എപ്പോൾ നടക്കും, അവർക്ക് എപ്പോൾ കുട്ടി ഉണ്ടാവും എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു സമയമാകുന്നതിന് മുമ്പെങ്കിലും നമ്മളൊരു ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തി വെക്കണം. അല്ലാണ്ട് സമയമാകുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയിട്ട് കല്യാണം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നോക്കി വെക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും കല്യാണം നടക്കാനായിട്ട് കല്യാണം ചിന്തിക്കുന്നത് തന്നെ ജാതകത്തിലെ 7ാം ഭാവം കൊണ്ടാണ്. 7ാം ഭാവത്തെ കൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബ പരദേവതയും ചിന്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും കുടുംബ പരദേവത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആ പരദേവതനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ കല്യാണം സ്വാഭാവികമായിട്ടും നടക്കേണ്ട സമയത്ത് നടക്കും. ഇനി ജാതകത്തിൽ 7ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹത്തിന് മൗഢ്യം, നീചസ്ഥിതി, അനുകൂലമല്ലാത്ത സ്ഥിതി, അഷ്ടമരാശിയിൽ പോവുക, അല്ലെങ്കിൽ 6ാം ഭാവത്തിൽ പോവുക, 12ൽ മറിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ശത്രുഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരിക, അല്ലെങ്കിൽ ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുക, പാപഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ വരിക, ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ വന്നാലും കല്യാണം ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി എന്താണ് ദോഷമെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കറക്റ്റ് സമയത്തിന് നടക്കുക മാത്രമല്ല ഹാപ്പി ആയിട്ടുള്ള മാരീഡ് ലൈഫ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നല്ല ദാമ്പത്യം ഉണ്ടാവാനും നമ്മൾ ഇതെല്ലാം നോക്കി പരിഹാരങ്ങൾ ചെയ്യണം. പണ്ട് ജാതക പൊരുത്തം ഒക്കെ നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ചിന്തിച്ചിട്ടാണ് വിവാഹത്തിന് അനുയോജ്യമാണോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കുറേ നടക്കാതെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം പലപ്പോഴും കോംപ്രമൈസ്, വിട്ടുവീഴ്ച ചെയ്യാറാണ് പതിവ്. എങ്ങനെയെങ്കിലും ഒന്ന് ചേർന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പല കല്യാണവും നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ദുരിതങ്ങൾ ഒരുപാടായിരിക്കും. അപ്പോൾ അവർ പറയും ഇതൊരു ജ്യോത്സ്യനും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ജ്യോത്സ്യനെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങൾ യെസ് പറയിച്ച് കല്യാണം നടത്തിയിട്ട് കുറ്റം മുഴുവൻ ജ്യോത്സ്യൻ്റെ തലയിലിടുന്നത് ശരിയല്ല. കാരണം ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് 100-200 ജാതകം കിട്ടും. അപ്പം തന്നെ ഈ 100 ജാതകത്തിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു 50 ജാതകമായിരിക്കും ജ്യോത്സ്യൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഈ 50 നോക്കിയിട്ട് ചേരില്ലെന്ന് പറയാനായിട്ട് ജ്യോത്സ്യന് തന്നെ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാതിര ചേർക്കാൻ വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ആണെങ്കിൽ ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ജ്യോത്സ്യൻ പറയും ചെയ്യും. എന്നാൽ ഉത്തമമായിട്ടുള്ള ഇതൊക്കെയാണ്, ഇത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നും പറയും. പക്ഷേ പലപ്പോഴും നമ്മൾ സാമ്പത്തികവും തൊഴിൽപരവുമായിട്ടുള്ള ഫാമിലി അങ്ങനെ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നോക്കി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ചിലപ്പോൾ മാച്ചിങ് കിട്ടിയില്ലെന്ന് വരും. അപ്പം മാച്ചിങ് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നവരെയും കാത്തിരിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവണം. കാരണം എപ്പോഴും നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെ ചെയ്യാവുന്നതല്ല വിവാഹം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി അത് നോക്കേണ്ടതാണ്. ഈ ശുക്രനാണ് വിവാഹത്തിൻ്റെ ഗ്രഹം, അല്ലെങ്കിൽ ശുക്രനെ കൊണ്ടാണ് വിവാഹം നടത്തിത്തരുന്ന പ്ലാനറ്റ് ശുക്രനാണ്. ആ ശുക്രന് ബലമുണ്ടായിരിക്കണം, ശുക്രന് അനുകൂലമായിരിക്കണം. ശുക്രന് ജാതകത്തിൽ നീചസ്ഥിതി, അതായത് കന്നി രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ആ ശുക്രന് ബലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ലൈറ്റ് കത്തുണ്ട്, വോൾട്ടേജ് ഇല്ലെങ്കിൽ പ്രകാശം ഉണ്ടാവില്ല.
അപ്പോൾ കറണ്ടാണ് ആദ്യം ഉണ്ടാവേണ്ടത്, വോൾട്ടേജാണ് ആദ്യം ഉണ്ടാവേണ്ടത്. പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ശുക്രനെ ബലപ്പെടുത്താനായിട്ട് ശുക്രഗ്രഹത്തിന് അർച്ചന നടത്താം, അല്ലെങ്കിൽ ശുക്ര ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താം. ശുക്രനെ കൊണ്ട് മഹാലക്ഷ്മിയെ ചിന്തിക്കാറുണ്ട്, അപ്പോൾ മഹാലക്ഷ്മിക്ക് വഴിപാടുകൾ നടത്താം. അതുമല്ലെങ്കിൽ വജ്രം ധരിക്കുന്നത് ദോഷമാവില്ല. ശുക്രൻ അനുകൂല രാശിയിലാണെങ്കിൽ വജ്രം ധരിക്കുന്നത് ഗുണകരമായിരിക്കും. വജ്രം ധരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കല്യാണം നടന്നതും 1 മാസത്തിനകം 6 മാസത്തിനകം 15 ദിവസത്തിനകം ഒക്കെ കല്യാണം നടന്ന അനുഭവങ്ങളുമായിട്ട് ധാരാളം ആൾക്കാർ ടെസ്റ്റിമോണികളുമായിട്ട് വരുന്നുണ്ട്. അത് പക്ഷേ അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജാതകം നോക്കി കൃത്യമായിട്ടുള്ള രത്നം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം നടക്കും. എല്ലാവർക്കും ശുക്രൻ്റെ രത്നമായിരിക്കില്ല ധരിക്കേണ്ടി വരുന്നത്. ചിലപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനായിരിക്കും. ബുധന് മൗഢ്യം ഉണ്ടെങ്കിലും കല്യാണത്തിന് ഡിലേ വരും. അപ്പോൾ ഓരോ ജാതകത്തിൽ ഏത് ഗ്രഹത്തിനാണ് ബലക്കുറവ്, 7ാം ഭാവത്തിൽ എന്താണ് പ്രശ്നം, അതിനുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ രത്നധാരണ ഉൾപ്പെടെ ഉള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം നടക്കാനായിട്ട് നല്ലതാണ്. കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ രത്നം ധരിക്കേണ്ടതും, കല്യാണശേഷമുള്ള ഫാമിലി ലൈഫ് ജീവിതകാലം മുഴുവൻ സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് അത് ഉപകാരപ്പെടുന്നതാണ്. ചിലർ കല്യാണം കഴിഞ്ഞല്ലോ എന്നാൽ പിന്നെ ഇത് ഊരിയേക്കാം എന്ന് വിചാരിക്കും. അത് പാടില്ല, അത് ധരിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും കല്യാണം നടന്ന ശേഷവും കുടുംബപരദേവതനെ പ്രീതിപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ദോഷമില്ലാതെ അടുത്ത തലമുറയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങളെല്ലാം പിന്നത്തെ തലമുറക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം നടക്കാം. കല്യാണം നടക്കാനായിട്ട് ഇപ്പോൾ പൂമൂടൽ ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ പല വഴിപാടുകളുണ്ട്. നട തുറപ്പിന് പോയി ദർശനം നടത്തുകയും താലിയും പട്ടും താലിയും സമർപ്പിച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും പല വഴിപാടുകളും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ളതുണ്ട്. തിരുവഞ്ചിക്കുളത്തും അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളുണ്ട്. തിരുവൈരാണിക്കുളം, അങ്ങനെ പല ക്ഷേത്രങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട്. കലൂർ പള്ളിയിൽ ചൊവ്വാഴ്ച നൊവേന പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ചൊവ്വാഴ്ച പോയാൽ വിവാഹം നടക്കും എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഉൾപ്പെടെ അതിന് പോകാറുണ്ട്. പക്ഷേ പല വഴിപാടുകളും ചെയ്താലും നമുക്ക് എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതുകൂടി ചെയ്തിട്ട് മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞ പോലെ അതും കൂടി ആവുകയാണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചില ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടാവും. ഈ ചൊവ്വാദോഷം കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ വൈധവ്യം ഉണ്ടാവുക എന്നുള്ളത് സ്ത്രീ ജാതകത്തിൽ. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ ദോഷം മാറും. കുട്ടിയായിരിക്കുമ്പോൾ വൈധവ്യം പറഞ്ഞത് കുട്ടി അല്ലാത്ത പ്രായത്തിലേക്ക് മെച്ചോർഡ്. ഇപ്പോഴേ പക്ഷേ കുട്ടി ബാല്യവിവാഹം നടക്കാത്തതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. പഴയ കാലത്ത് 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ കല്യാണം നടക്കുമായിരുന്നില്ല. ആ 12 വയസ്സിൽ തന്നെ വിധവയാവാനുള്ള യോഗമുണ്ട്. ഇപ്പോൾ കല്യാണം 23-24 ആയതുകൊണ്ട് ആ സമയത്തും ഇപ്പോൾ വൈധവ്യം അല്ലെങ്കിൽ ഡിവോഴ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നന്നായി പൊരുത്തം നോക്കി നടത്തുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. ഇത്തരം ദോഷങ്ങളുണ്ടെങ്കിൽ വൈധവ്യമോ അല്ലെങ്കിൽ ഡിവോഴ്സോ ഒക്കെ ഉണ്ടാവാനുള്ള യോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള യോഗം ചില ജാതകത്തിലുണ്ടാവും. 2-3 വിവാഹം നടക്കാനുള്ള യോഗം, അല്ലെങ്കിൽ കല്യാണ ആലോചന വന്നിട്ട് മുടങ്ങിപ്പോവും. കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ജാതകങ്ങളും കാണാറുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കി തിരക്ക് പിടിക്കാതെ, ജ്യോത്സ്യന് ഏറ്റവും തിരക്കുള്ള സമയത്ത് ജാതക പൊരുത്തം നോക്കാൻ കൊണ്ടുപോകരുത്. രാവിലെ മുതൽ ഉച്ച വരെയും തിരക്ക് പിടിച്ചിട്ട് 10-50 പേരെ നോക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജാതകം കൂടി കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം തിരക്കായതുകൊണ്ട് തന്നെ കൃത്യമായി പറയണമെന്നില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ ചില കുഴപ്പങ്ങളൊക്കെ വന്നു പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ചോദിച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് അയച്ചു കൊടുത്തിട്ട് സൗകര്യം പോലെ നോക്കി പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടാണ്. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയാലും അതുപോലെ തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റണം. പിന്നെ ഒരു 100 ജാതകം കൊണ്ട് പോകാതിരിക്കുക. എപ്പോഴും നിങ്ങൾ തന്നെ കുറേ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെലക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ നിങ്ങളുടെ പ്രശ്നം ജ്യോത്സ്യനിലേക്കും ചെല്ലും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു ടീം വർക്കായിട്ട് തന്നെ കണക്കാക്കണം. ജ്യോത്സ്യൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ല ഒരു ജാതകം പൊരുത്തം ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ലെങ്കിൽ കല്യാണം നടത്തി ഹാപ്പി ആയിട്ടിരിക്കുന്നതും. ചില ആൾക്കാർ പറയും പൊരുത്തമൊക്കെ നോക്കിയിട്ടും വൈധവ്യം വന്നു, അന്ന് തന്നെ വണ്ടി ഇടിച്ചു, അന്ന് തന്നെ ഡിവോഴ്സായി. അതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. നല്ല ഉത്തമമായിട്ടുള്ള പൊരുത്തം ഉള്ളതാണെങ്കിലും ചിലപ്പോൾ കുഴപ്പമുണ്ടാവാം. ഒരു പൊരുത്തം ഇല്ലാത്തതാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കാം. അപ്പം നമ്മൾ മനുഷ്യനാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും.
പ്രസിദ്ധനായിട്ടുള്ള ജ്യോതിഷ വിദഗ്ധനായിട്ടുള്ള ഷീറോ തന്നെ പറഞ്ഞിട്ടുള്ളത് അതാണ്, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇതൊരു സൂചന മാത്രമാണ്. അതെല്ലാം നമുക്ക് തരണം ചെയ്ത്, ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭാര്യ മരിക്കണമെന്നും ഭർത്താവ് മരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ചില ആൾക്കാർ പറയും ഈ കുട്ടി ജനിച്ചതുകൊണ്ട് അച്ഛൻ മരിക്കും, അങ്ങനെയൊക്കെ പലരും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ചില നക്ഷത്രത്തിന്, പൂരാട നക്ഷത്രം അച്ഛന് ദോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ആ ദിവസം മാറ്റി ഡെലിവറിയൊക്കെ നടത്താറുണ്ട്. പൂരാടത്തിലല്ലെങ്കിലും ചിലപ്പോൾ അച്ഛൻ മരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ, അച്ഛൻ മരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ആ കുട്ടിക്കുണ്ടാവണം, ആ അച്ഛനുണ്ടാവണം, ആ അമ്മയ്ക്കുണ്ടാവണം, ആ ആളുടെ പാരൻസിനൊക്കെ ഇതുപോലെ തന്നെ യോഗം എല്ലാം കൂടി വന്നു കഴിഞ്ഞാലായിരിക്കും ഇത് സംഭവിക്കുക. അപ്പം അതെല്ലാം നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.